കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രീമിയർ ലീഗും ലാ ലീഗയും ഇന്നലത്തെ ടൈറ്റിൽ റേസ് ഒരുപാട് സർപ്രൈസിലൂടെയാണ് കടന്നുപോയത്. കാരണം പ്രീമിയർ ലീഗ് ആർസണൽ വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് 1-1 എന്ന സമനിലയാണ് അവർ പിരിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാമത്തെ കളിയിൽ ഇപ്പോൾ രണ്ടാമത്തെ സമനിലയും ഒരു തോൽവിയാണ് ഇപ്പോൾ ആർസണൽ ഉള്ളത്. ഏകദേശം ഉറപ്പായി അത് പ്രീമിയർ ലീഗ് കിരീടം അത് ലിവർപൂൾ ഈ പ്രാവശ്യം തൂക്കുമെന്ന് ഏകദേശം ഉറപ്പായി. ഇനി അവർ 9 കളിയിൽ നിന്ന് 16 പോയിന്റുകൾ മാത്രം അകലെയാണ് പ്രീമിയർ കിരീടം നേടാൻ വേണ്ടിയുള്ളത്. മറ്റ് ഇത് നോക്കുകയാണെങ്കിൽ ലലീഗയിൽ ഒന്നാം സ്ഥാനത്ത് വരേണ്ട ഒരു മികച്ചൊരു അവസരം അത്ലറ്റിക് മാഡ്രിഡ് ഇന്നലെ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. 2-1 ഗെറ്റാഫയുമായിട്ട് അവർ തോറ്റിട്ടുണ്ട്. അതേസമയം റയൽ മാഡ്രിഡ് 2-1 റയൽ വല്ലേക്കനുമായിട്ട് വിജയിച്ച് അവർ രണ്ടാം സ്ഥാനത്ത് 57 പോയിന്റുമായി തിരിച്ചെത്തിയിട്ടുണ്ട്. ഗോൾ ഡിഫറൻസിനാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് രണ്ടാം സ്ഥാനത്തുള്ളത്. എന്നാലും ബാഴ്സലോണ ഒരു കളി കുറച്ചാണ് ഒന്നാം സ്ഥാനം 57 പോയിന്റുമായിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് പ്രീമിയർ ലീഗ് നോക്കാം. പ്രീമിയർ ലീഗ് ഇന്നലെ ഫസ്റ്റ് നടന്ന ചെൽസി ലെസ്റ്റർ സിറ്റി മത്സരമാണ്. ഒരു ഗോളിന്റെ ആ മികവിലാണ് ഇന്നലെ ചെൽസിയുടെ വിജയം. അങ്ങനെ അവർ 4ാം സ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. സിറ്റിയെ പിന്തള്ളി. സിറ്റിക്ക് 47 പോയിന്റാണ് ഉള്ളത്. ഇപ്പൊ ചെൽസിക്ക് 49 പോയിന്റ്. ഇപ്പൊ 4ാം സ്ഥാനത്താണ് അവർ ഉള്ളത് 28 കളികളിൽ നിന്ന്. കളിയിൽ ഉടനീളം ചെൽസി മികച്ച കുറെ അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ ലെസ്റ്റർ സിറ്റി ഗോൾ കീപ്പർ ഹെർമാൻസന്റെ ആ ഒറ്റ പ്രകടനം മൂലമാണ് ഇന്നലെ ആ ഗോൾ സ്കോർ ലൈന് ഉയരാതിരിക്കാനുള്ള ഒറ്റ കാരണം അദ്ദേഹം മികച്ച കുറച്ച് സേവുകൾ ചെയ്തിരുന്നു. ആ കോൾ പാർമറിന്റെ ഫസ്റ്റ് ഹാഫിലെ ആ ഒരു പെനാൽറ്റി അദ്ദേഹം തടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മികച്ച ഒരുപിടി സേവുകൾ അദ്ദേഹം ഇന്നലെ മത്സരത്തിൽ ഉടനീളം ചെയ്തിരുന്നു. അവൻ 60ാമത്തെ മിനിറ്റിൽ എൻസയുടെ ആ അസിസ്റ്റിലാണ് കുക്കറയുടെ ഗോൾ വരുന്നത്. ആ ഒറ്റ ഗോളിന്റെ മികവിലായിരുന്നു ചെൽസിയുടെ ആ വിജയം. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ, കാരണം അടുത്ത സീസണിൽ UEFA ചാമ്പ്യൻ ലീഗിൽ എത്തണമെങ്കിൽ ടോപ്പ് 4 തിരിച്ചെത്തണം. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു വിജയം തന്നെയാണ് ചെൽസി ആരാധകർക്ക് നേടിയിരിക്കുന്നത്. മറ്റു മത്സരം നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസണൽ തമ്മിലുള്ള ഒരു ബിഗ് മാച്ച് ഓഫ് ദ ഡേ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കേണ്ട ഒരു കളിയായിരുന്നു അത്. കാരണം അവസാന മിനിറ്റുകളിൽ ഒരുപാട് 4-5 ചാൻസുകൾ, അത് ഡേവിഡ് റേയുടെ ആ മികച്ചൊരു സേവുകൾ മൂലമാണ് ആർസണൽ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. മത്സരത്തിൽ ഉടനീളം പൊസിഷൻ കീപ്പ് ചെയ്ത ആർസണൽ തന്നെയാണ്. പക്ഷെ പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടാ, ഗോൾ അടിക്കാൻ മറന്നു പോകുന്നു. അത്ലറ്റിയുടെ ഗോൾ അടിക്കാൻ മറന്നു പോകുന്നു. ഇപ്പം കുറെ മത്സരങ്ങൾ കാണുന്നത് അത് തന്നെ. കാരണം പൊസിഷൻ കീപ്പ് ചെയ്ത ടീമുകളൊക്കെ മിക്കവാറും തോക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ അർട്ടേറ്റ ഗെയിം പ്ലാനിൽ ഗെയിം ചേഞ്ച് ചെയ്യേണ്ട ഒരു സമയം കൂടെയാണ്. കളി 47ാമത്തെ മിനിറ്റ് 45 മിനിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ആ ഇഞ്ചുറി ടൈമിലാണ് ഫെർണാണ്ടസ് ആണ് ഫസ്റ്റ് ഹാഫിൽ ഗോൾ വരുന്നത്. അതുവരെയും ഒന്ന് ഡിഫൻസിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഡിഫൻസ് ഇന്നലെ മിഡ്ഫീൽഡൊക്കെ സൂപ്പർബായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലേസ് ഒക്കെ ഇന്നലെ ബിഗ് ടീമിലോട്ട് വന്ന അവർ ഒരു നല്ലൊരു പ്രകടനം തന്നെയാണ് ബിഗ് ടീമിൻ്റെയൊക്കെ കാഴ്ചവെക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ അവർ മങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഇന്നലെ ആർസണലിന്റെ കളിയിൽ അവർ തന്നെയാണ് മികച്ചിരുന്നത്. കാരണം ഡിഫൻസിലായിരുന്നാലും അവർ മിഡ്ഫീൽഡിലായിരുന്നാലും അറ്റാക്കിലായിരുന്നാലും ഒരുപോലെ മികച്ചു നിന്നിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സ്. അതുപോലെ തന്നെ കസമീരയും ഫസ്റ്റ് ലൈൻ നോക്കിയാൽ കസമീരിന്റെ ഒപ്പം എറിക്സനും ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു ഫസ്റ്റ് ലൈനിൽ വന്നിരുന്നത്. അപ്പം സെക്കൻഡ് ഹാഫിൽ എറിക്സിനെ പിന്മാറ്റി കോളിയർ ഇറങ്ങിയപ്പം ഒന്നും കൂടെ മിഡ്ഫീൽഡ് ഒരു സ്പീഡ് ആയതാണ് പിന്നെ കാണാൻ സാധിച്ചത്. ഫസ്റ്റ് ഹാഫ് അല്പം ഡിഫൻസിൽ വലിഞ്ഞാണ് കളിച്ചിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ കയറിയപ്പോൾ ഒന്നും കൂടെ മികച്ചൊരു അവസരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു. അപ്പൊ യൂരോനെ പിൻവലിച്ച് ഹേവൻ വരുന്നുണ്ട്. ഹേവൻ സൂപ്പർ മാച്ച് ആയിരുന്നു അദ്ദേഹം ഇന്നലെ കളിച്ചിരുന്ന ആ അക്കാഡമി പ്ലെയർ. നല്ലൊരു ഭാവി അദ്ദേഹത്തിന് കാണുന്നുണ്ട്. അങ്ങനെ സൂപ്പർ മാച്ച് ആയിരുന്നു ഹേവൻ. അതുപോലെ ഡിഫൻസിൽ ഡിലേറ്റിന് കൂട്ടായി കളിച്ചിരുന്നത്. അപ്പോൾ തന്നെ എറിക്സിനെ പിന്മാറ്റി കോളിയെ വരുന്നപ്പോൾ അല്പം കൂടെ ഉണർവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആ ഗോള്, ആ ഒറ്റ ഗോളിനാണ് ഇന്നലത്തെ ആ സമനില വരുന്നത്. 47ാമത്തെ മിനിറ്റ് 45 കഴിഞ്ഞ് രണ്ടാമത്തെ മിനിറ്റ് ആ ഫ്രീ കിക്കിലൂടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത്. അതിനൊന്ന് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. രണ്ടാമത്തെ ഗോള് അത് ആർസണൽ അടിക്കുന്നത് ആ ടിംബറിന്റെ ആ ഒരു മുന്നേറ്റത്തിലാണ്. ടിംബറിന്റെ ആ മികച്ചൊരു മുന്നേറ്റത്തിൽ സൂപ്പർ പാസ് അദ്ദേഹം ഡീക്ലർ റൈസ് നൽകുന്നുണ്ട്. ഡീക്ലർ റൈസിന്റെ ആ മികച്ചൊരു ഫിനിഷിലൂടെയാണ് 1-1 സമനില ആകുന്നത്. പക്ഷെ അതിനുശേഷം ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഗോളം നിറച്ച ചാൻസ് മസറായിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് അത് ഡബിൾ സേവ് ആണ് റായ നടത്തുന്നത്. അതുപോലെ തന്നെ ആ ഹോയ്ലൻഡ് അല്പം കൂടെ മെച്ചപ്പെടേണ്ട ഒരു അവസരമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ഹോയ്ലൻഡ് ഇപ്പോഴും മെച്ചപ്പെടുന്നില്ല. ആ 2 അവസരങ്ങളാണ് ഹോയ്ലൻഡിന് വന്നത് ഇന്നലത്തെ കളിയിൽ. അങ്ങനെ ഒരുപിടി മികച്ചൊരു ഫുട്ബോൾ തന്നെയാണ് ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസണലിനെതിരെ കളിച്ചത്. എന്തായാലും അർട്ടേറ്റ ആ ഗെയിം പ്ലാൻ ചേഞ്ച് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പൊ എല്ലാ ടീമുകൾക്കും മനസ്സിലായി തുടങ്ങുന്നു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ടീമുകളെ എങ്ങനെ തോൽപ്പിക്കാമെന്ന്. കാരണം കൗണ്ടർ അറ്റാക്ക് വഴി ഒരു അവസരം വന്നാൽ പിന്നെ അത് അവിടെ കൗണ്ടർ അറ്റാക്ക് ഓപ്പൺ ആയിരിക്കുന്നു. ഇന്നലത്തെ ആ കൗണ്ടർ അറ്റാക്ക് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും.
കാരണം ഡിഫൻസിൽ റൈറ്റ് വിങ്ങിൽ ആ മസ്രാവിയുടെ ആ ചാൻസിൽ തന്നെ റൈറ്റ് വിങ്ങിൽ അവിടെ ഡിഫൻസേ ഇല്ലായിരുന്നു ആ ചാൻസിൽ. അങ്ങനെ അർട്ടേറ്റയൊക്കെ ലാസ്റ്റ് അർട്ടേറ്റയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ തന്നെ ഇനിയിപ്പോ ടൈറ്റിൽ റൈസ് ഓവർ ആയെന്ന ചോദ്യത്തിന് തന്നെ അദ്ദേഹം അത് മറുപടി പറയാതെയാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. ഫസ്റ്റ് കളി കണ്ട തന്നെ ഗ്ലാസേഴ്സ് മാനേജ്മെന്റിനെതിരെ പുറത്ത് പ്രോട്ടസ്റ്റിലാണ് കളി ആരംഭിച്ചത്. പക്ഷെ ആ ഒരു മുഖഭാവമൊന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേസിംഗ് എടുക്കുന്നത് കാണാൻ സാധിക്കും. അവർ സൂപ്പർ മാച്ചിലൂടെ അവർ സമനില നേടി. അതൊരു നല്ലൊരു കാര്യം തന്നെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകരെ സംബന്ധിച്ചൊരു നല്ലൊരു കാര്യം തന്നെ. കാരണം ഇതേപോലെ മികച്ച പ്രകടനം കഴിഞ്ഞ കളിയിൽ PSG-നെ 7-1 ആർസണൽ തകർത്തത്. അപ്പൊ അവർക്കെതിരെ ഒരു മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്ക്, അതുപോലെ മാനേജ്മെന്റിന്റെ ഒരു നല്ലൊരു ആത്മവിശ്വാസത്തിന്റെ ഒരു കളി തന്നെയായിരുന്നു ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സ് കാഴ്ചവെച്ചത്. അങ്ങനെ അവർ 34 പോയിന്റുമായി 14 സ്ഥാനത്ത് തന്നെയാണ് 28 കളിയിൽ നിന്ന്. എന്നാൽ ആർസണൽ 28 കളിയിൽ നിന്ന് 55 പോയിന്റാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത്. 15 പോയിന്റ് വ്യത്യാസമുള്ള ലീഗ് ലീഡേഴ്സായ ലിവർപൂളുമായിട്ട്. അങ്ങനെ 16 പോയിന്റ് മതി ഇനി ലിവർപൂളിന് കിരീടം ഉറപ്പിക്കുക. മറ്റു കളി നോക്കുകയാണെങ്കിൽ ഇന്നലെ ലലീഗയിൽ 1ാം സ്ഥാനത്ത് തിരിച്ചെത്തേണ്ട ഒരു മികച്ചൊരു അവസരമാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ കളഞ്ഞു കുളിച്ചത്. 2-1 സ്കോർ ലൈനിലായിരുന്നു ഇന്നലെ ഗെറ്റാഫയുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റിരിക്കുന്നത്. കളിയിൽ ഒരു മോശപ്പെട്ട കളിയാണ് ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് കാഴ്ചവെച്ചത്. കാരണം ഹോൾ മാച്ചിൽ 4 ഷോട്ടുകൾ മാത്രമേ അത്ലറ്റിക്കോ മാഡ്രിഡ് അടിച്ചിട്ടുള്ളൂ. അതിൽ 2 മാത്രം ഓൺ ടാർഗറ്റ്, അതിൽ 1 പെനാൽറ്റിയാണ്. കൊറിയയ്ക്ക് ഇന്നലെ റെഡ് കാർഡ് കിട്ടുന്നുണ്ട്. 75ാമത്തെ മിനിറ്റിൽ സ്ലോർത്താണ് ഒരു പെനാൽറ്റിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ മുന്നിലെത്തിക്കുന്നത്. അതുവരെയ്ക്കും ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ഒറ്റ ഷോട്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് അടിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡിന്റെ കളിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന നിലയ്ക്ക് അധികം അറ്റാക്ക് ചെയ്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ കളിച്ചത്. അർഹമായ തോൽവിയാണ് അവർ ഇന്നലെ ഏറ്റുവാങ്ങിയതെന്ന് വേണം പറയാൻ. അങ്ങനെ കൊറിയയുടെ റെഡ് കാർഡിന് ശേഷം മികച്ചൊരു അവസരങ്ങൾ ഗെറ്റാഫ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൗറ അറംബാറിയുടെ 2 ഗോളിന്റെ മികവിലായിരുന്നു ഇന്നലെ ഗെറ്റാഫയുടെ വിജയം. 88ാമത്തെ മിനിറ്റിലാണ് ഒരു ഗോൾ വരുന്നത്, മറ്റൊരു ഗോൾ 92ാമത്തെ മിനിറ്റ്, ഇഞ്ചുറി ടൈമിലെ 2ാമത്തെ മിനിറ്റിലാണ് മറ്റൊരു ഗോൾ വരുന്നത്. അങ്ങനെ 56 പോയിന്റുമായപ്പോൾ അവർ 3ാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. മറ്റു മത്സരം നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് റയൽ വല്ലക്കനെ 2-1 തോൽപ്പിച്ച് ലലിഗ ടേബിളിൽ 2ാം സ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. കളിയിൽ ഒരുപാട് മാറ്റങ്ങളുടെയെന്ന് റയൽ മാഡ്രിഡ് ഫസ്റ്റ് 11 കാണാൻ സാധിച്ചത്. അവിടെ വാൽവർദയ്ക്ക് റെസ്റ്റ് ഉണ്ടായിരുന്ന പകരം വാസ്കസ് ആയിരുന്നു. അതുപോലെ തന്നെ റൂഡിഗറെ മാറ്റി ഡാവിഡ് അലാബ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫെർലാൻ മെൻഡിയെ മാറ്റി അവിടെ ഗാർസിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രയൻ ഡിയാസിനെ മാറ്റി അവിടെ ബെല്ലിംഗ്ഹാം മിഡ്ഫീൽഡ് തിരിച്ചെത്തിയിട്ടുണ്ട്. ബെല്ലിംഗ്ഹാമും മോഡ്രിച്ചും ചൗമേനിയും ആയിരുന്നു മിഡ്ഫീൽഡിൽ. അതുപോലെ തന്നെ അറ്റാക്കിംഗ് സെയിം ആയിരുന്നു. വിനീഷ്യസും എംബാപ്പയും റോഡിഗ്രയും ആയിരുന്നു അറ്റാക്കിങ്ങിൽ. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോളുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് റയൽ മാഡ്രിഡ് 30ാമത്തെ മിനിറ്റ് ബെല്ലിംഗ്ഹാം എംബാപ്പയുടെ ഒരു മികച്ച ഗോളാണ് റയൽ മാഡ്രിഡ് ഫസ്റ്റ് മുന്നിൽ വരുന്നത്. എന്നാൽ ആ ഗോൾ കഴിഞ്ഞ് 4ാമത്തെ മിനിറ്റ് വീണ്ടും റയൽ മാഡ്രിഡ് അടിക്കുന്നുണ്ട്. വിനീഷ്യസിന്റെ ഒരു സൂപ്പർബ് സോളോ ഗോളിലൂടെയാണ് റയൽ മാഡ്രിഡ് 2-0 34ാമത്തെ മിനിറ്റിൽ മുന്നിട്ട് വീണ്ടും വരുന്നത്. എന്നാൽ കളിയിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുക ബാക്കി നിൽക്കിയ 2ാമത്തെ ഇഞ്ചുറി ടൈമിൽ 47ാമത്തെ മിനിറ്റിൽ പെഡ്രോയുടെ വക ഗോൾ വരുന്നുണ്ട്. പെഡ്രോയുടെ അതുപോലെ തന്നെ ഗാർസയുടെയും ലിങ്ക് പ്ലേയിലാണ് ആ ഗോൾ വരുന്നത്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് അവസരങ്ങൾക്ക് റയൽ മാഡ്രിഡ് മുതിരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം മുൻനിർത്തിക്കൊണ്ടായിരിക്കാം സെക്കൻഡ് ഹാഫിൽ അവർ അധികമൊന്നും അറ്റാക്കിനൊന്നും മുതിരാത്തത്. സെക്കൻഡ് ഹാഫിൽ അത് എനിക്ക് തോന്നുന്നു മോഡ്രിച്ചും അലാബയ്ക്ക് ഇന്നലെ മികച്ചിരുന്നിരുന്നു. ഡിഫൻസിൽ അലാബ ഇന്നലെ കഴിഞ്ഞ കളിയിൽ ഫോം മങ്ങിപ്പോയി. പക്ഷെ ഈ കളിയിൽ അലാബ മികച്ച രീതിയിൽ ഡിഫെൻഡ് ചെയ്യുകയായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഗോൾ അടിക്കാനുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ റൈവലിലേക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഗോൾ അടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ വ്യക്തമായ ഒരു വിജയം തന്നെയാണ് റയൽ മാഡ്രിഡ് നേടിയിരിക്കുന്നത്. 2-1 വിജയിച്ചവർ 57 പോയിന്റുമായി ഇപ്പോൾ ലലിഗ ടേബിളിൽ 2ാം സ്ഥാനത്തുണ്ട്. ഇനി അവർക്ക് അടുത്ത കളി വരുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡുമായി UCL ചാമ്പ്യൻ ലീഗിന്റെ 2ാം പാദ മത്സരമാണ്. അങ്ങനെ ഒരു മികച്ചൊരു മത്സരങ്ങളാണ് ഇന്നലെയും കഴിഞ്ഞു പോയത്. അപ്പോൾ പുതിയ മാച്ചുകൾ വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെയും നമസ്കാരം.